നമസ്കാരം. വിനോദ കേരളം സഞ്ചാര കേരളം പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ കീഴിലുള്ള വൈവിധ്യങ്ങളായ പ്രകൃതി രമണീയ പ്രദേശങ്ങളും സംസ്കാരങ്ങളും ചരിത്ര താളുകളും തേടിയുള്ള യാത്രയിലാണ് ഞാൻ. എൻ്റെ ഈ യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ എറണാകുളത്തെ സ്ഥലങ്ങൾ കാണുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കോട്ടയത്തോട്ട് പോകാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ആദരണീയമായ ഒരു ക്ഷേത്രമാണ്. ശിവന്റെ ഈ പുണ്യവാസ സ്ഥലം ഈ പ്രദേശത്തിന് മഹത്വവും പ്രശസ്തിയും കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകളായി പ്രതിധ്വനിക്കുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്നു. പുരാതന ഐതിഹ്യമനുസരിച്ച് പാണ്ഡവരും വ്യാസമുനിയും ഈ പുണ്യക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നു. അതിന്റെ ഭൂമിയെ അവരുടെ ഭക്തിയാൽ പവിത്രമാക്കി. എന്നിരുന്നാലും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെ പറ്റിയുള്ള ഏറ്റവും ആകർഷകമായ കഥകളിലൊന്ന് അതിൻ്റെ വിലയേറിയ നിധികളെ ചുറ്റിപ്പറ്റിയാണ്. 7.5 പൊന്നാന അല്ലെങ്കിൽ 7.5 സ്വർണ്ണ ആനകൾ. പ്ലാവിൽ നിന്ന് നിർമ്മിച്ചതും ഏകദേശം 13 കിലോഗ്രാം സ്വർണ്ണ തകിടുകൾ കൊണ്ട് അലങ്കരിച്ചതുമായ ഈ മനോഹരമായ പ്രതിമകൾ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ ഭൂതകാലത്തിന്റെ തെളിവാണ്. തിരുവിതാംകൂർ രാജ്യത്തിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ അതിമനോഹരമായ ആനകളെ ക്ഷേത്രത്തിന് സമ്മാനിച്ചതെന്നാണ് ഐതിഹ്യം. ചരിത്രത്തിൽ മുങ്ങിക്കുളിച്ച ഈ വഴിപാട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മഹാരാജ കാർത്തിക തിരുനാളിന്റെ ഭരണകാലത്ത് നിറവേറ്റപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെ വാർഷിക ആകർഷണം 7.5 പൊന്നാന പ്രദർശനമാണ്. 10 ദിവസത്തെ ഉത്സവത്തിന്റെ 8ാം ദിവസം നടക്കുന്ന മനോഹരമായ കാഴ്ചയാണിത്. അർദ്ധരാത്രി ആകുമ്പോൾ സ്വർണ്ണ പ്രൗഢിയോടെ ഈ വിലയേറിയ ആനകളെ വഹിച്ചുകൊണ്ട് ഒരു ആചാരപരമായ ഘോഷയാത്ര ആരംഭിക്കുന്നു. വ്യത്യസ്ത വലിപ്പത്തിലുള്ളതും എന്നാൽ മൊത്തത്തിൽ 7.5 പൊന്നാന എന്നറിയപ്പെടുന്നതുമായ ഈ പ്രതിമകൾ സമൃദ്ധിയുടെയും ദിവ്യാനുഗ്രഹങ്ങളുടെയും ആദരണീയമായ പ്രതീകങ്ങളാണ്. ദർശനവേളയിൽ ഭക്തർ ആസ്ഥാന മണ്ഡപത്തിൽ ഭക്തിയോടെ ഒത്തുകൂടുന്നു. അവരുടെ ഹൃദയങ്ങൾ വിശ്വാസവും വിസ്മയവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ആചാരം ക്ഷേത്രത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ ബഹുമാനിക്കുക മാത്രമല്ല, അത് കാണുന്ന എല്ലാവരെയും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ആത്മീയ പൈതൃകത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. പുരാണങ്ങൾ യാഥാർത്ഥ്യവുമായി ഇഴചേർന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രതിധ്വനികൾ കാലാതീതമായ പ്രാധാന്യത്തോടെ പ്രതിധ്വനിക്കുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ആകർഷണം അനുഭവിക്കും. നമുക്ക് ഐമനത്തേക്ക് പോകാം. ഗ്രാമീണത ആസ്വദിച്ച് കുറച്ചു നേരം നടക്കാന്നേ. കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമം കേരളത്തിൽ വളർന്നു വരുന്ന ഒരു രത്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ സമൃദ്ധമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഐമനം
പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംയോജിപ്പിച്ച് ഒരു അദ്വിതീയ കേരളാനുഭവം പ്രദാനം ചെയ്യുന്നു. കുമരകത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് 8 കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന അയ്മനം പടിഞ്ഞാറ് ഭാഗത്ത് വിശാലമായ വേമ്പനാട് തടാകവും അതിലൂടെ ഒഴുകുന്ന മീനച്ചൽ നദിയും അതിരിടുന്ന ശാന്തമായ ഒരു ഗ്രാമമാണ്. അരുന്ധതി റോയിയുടെ ബുക്കർ സമ്മാനം നേടിയ നോവലായ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ വ്യക്തമായി വിവരിച്ചിരിക്കുന്ന ഈ ഗ്രാമം ചിത്രീകരിക്കുന്നത് പോലെ തന്നെ ആകർഷകമാണ്. പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾ, സമൃദ്ധമായ തെങ്ങ് കൃഷിയിടങ്ങൾ, കനാലുകളുടെ ശൃംഖല എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്ന ഭൂപ്രകൃതി എല്ലാ വേനൽക്കാലത്തും ദേശാടന പക്ഷികളെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കേരളത്തിലെ അത്ര അറിയപ്പെടാത്ത കുഗ്രാമങ്ങളുടെ അതുല്യമായ ചാരുതയും സാംസ്കാരിക സമ്പന്നതയും പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ആർടി മിഷന്റെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പാക്കേജുകളുടെ ഭാഗമാണ് അയ്മനം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൈതൃക കെട്ടിടങ്ങൾ, മതപരമായ ആരാധനാലയങ്ങൾ, ഊർജ്ജസ്വലമായ കലാരൂപങ്ങൾ എന്നിവ സന്ദർശകർക്ക് ഇവിടെ സന്ദർശിക്കാം. ചെമ്പകശ്ശേരി രാജാവിന്റെ വാളും താളിയോല ലിപികളും സൂക്ഷിച്ചിരിക്കുന്ന ചരിത്ര സ്മാരകമായ കൂടമാളൂരിലെ തെക്കേടത്ത് മന സന്ദർശിക്കുന്നത് ഇവിടെയാണ്. നാഗദൈവങ്ങളുടെ വാസസ്ഥലമായ ഒരു പുണ്യ സർപ്പക്കാവും ഇവിടെയുണ്ട്. അവിടെ വഴിപാടുകളും നടത്താം. ആർടി മിഷൻ സംഘടിപ്പിക്കുന്ന കഥകളി, കളമെഴുത്ത്, കളരിപ്പയറ്റ്, തിരുവാതിരക്കളി തുടങ്ങിയ പരമ്പരാഗത കേരള കലാരൂപങ്ങൾ കാണാനും ഈ ഗ്രാമം അവസരമൊരുക്കുന്നു. കൂടാതെ പാണ്ഡവം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സങ്കീർണമായ ചുവർ ചിത്രങ്ങൾ ആസ്വദിക്കാനും കൂടമാളൂരിലെ ശാന്തമായ സെന്റ് മേരീസ് പള്ളി സന്ദർശിക്കാനും ജന്മനാട്ടിലെ സെന്റ് അൽഫോൺസാമയുടെ പുണ്യപാദങ്ങൾ വീണ്ടും കാണാനും സന്ദർശകർക്ക് കഴിയും. തദ്ദേശ ഭരണം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് അയ്മനം വില്ലേജ് ഓഫീസ് സന്ദർശിക്കുന്നത് പ്രാദേശിക ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകും. കേരളത്തിലെ ഉത്സവങ്ങളിലും സാംസ്കാരിക ആഘോഷങ്ങളിലും സന്ദർശകർക്ക് മുഴുകാൻ കഴിയുമെന്ന് ആർടി മിഷൻ ഉറപ്പാക്കുന്നു. ഇത് അനുഭവത്തിന്റെ സമ്പന്നത വർദ്ധിപ്പിക്കുന്നു. കായലിലൂടെയുള്ള ഒരു വിശ്രമകരമായ ക്രൂയിസ് അതാകട്ടെ, സാംസ്കാരിക പര്യവേക്ഷണമാകട്ടെ, അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ ശാന്തമായ സൗന്ദര്യത്തിൽ മുങ്ങിത്താഴുകയാവട്ടെ, അയ്മനം ഒരു സഞ്ചാരിക്കും സവിശേഷവും മറക്കാനാവാത്തതായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു. വിനോദ കേരളം സഞ്ചാര കേരളം പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുത്തൻ പുതിയ കാഴ്ചകളിലൂടെ അടുത്തൊരു എപ്പിസോഡിലൂടെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നന്ദി, നമസ്കാരം.